10ാം ക്ലാസ് പാസ്സാകുന്ന ആളുകൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു. അങ്ങനെ സംശയം നമ്മുടെ മന്ത്രി സജി ചെറിയാൻ തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത് ഒരു പൊതുവേദിയിൽ പരസ്യമായിട്ട് പറഞ്ഞു. പണ്ട് 10ാം ക്ലാസ് ജയിക്കാൻ വലിയ പാടായിരുന്നു. ഇന്ന് 10ാം ക്ലാസ് എന്നാൽ ഓൾ പാസ് എന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. പിന്നാലെ വന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ സജി ചെറിയാനെ തിരുത്തിയുള്ള ഡയലോഗ്. ചുരുക്കത്തിൽ 10ാം ക്ലാസ്സും ഗുസ്തിയും എന്ന് നമ്മൾ പണ്ടൊക്കെ പറഞ്ഞത് ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അപ്പോൾ ഇപ്പം എന്തായാലും ഈ കാര്യം ഈ ഗുസ്തി നടക്കുന്നത് മന്ത്രിമാർക്കിടയിലാണ് എന്ന വ്യത്യാസമേ ഇന്നുള്ളൂ. ആലപ്പുഴയിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിലാണ് മന്ത്രി സജി ചെറിയാൻ 10ാം ക്ലാസ് പരീക്ഷയെക്കുറിച്ച് തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചത്. പണ്ടൊക്കെ SSLCക്ക് 210 മാർക്ക് വാങ്ങി ജയിക്കാൻ തന്നെ വലിയ പാടായിരുന്നു. ഇപ്പോൾ ഓൾ പാസ് നൽകുന്നതിനോട് മന്ത്രിക്ക് വിയോജിപ്പ്. ഇങ്ങനെ എല്ലാവരെയും ജയിപ്പിക്കുന്നതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞാലും കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത സ്ഥിതിയാണെന്ന മന്ത്രിയുടെ പരിഹാസം. ഇവിടെ ഇപ്പോൾ ഒരു 50% ആളുകളെ ജയിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മുടെ നാട്ടിൽ നാളെ രാവിലെ ഭയങ്കര പ്രതിഷേധമായിരിക്കും. എല്ലാ സർക്കാർ ഓഫീസിലേക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മാർച്ചാണ്. എന്താണ്? സർക്കാർ പരാജയമാണ്. 50% തോറ്റു. ഈ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിന് വായിക്കാൻ എഴുതാൻ അറിയില്ല. അടുത്ത കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ നിലപാട് നമ്മൾ എടുക്കാൻ പോവാണ്. പശുവിനെ കണ്ട അറിയാത്ത കുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ. പശുക്കളെ കണ്ടപ്പോൾ ഇംഗ്ലീഷിൽ വാട്ട് ഇസ് തന്നോട് തന്നെ ചോദിക്കുന്ന കാര്യമാണ്. പട്ടിയാണെന്ന് ചോദിക്കും പശുവിനെ കണ്ട്. SSLC പരീക്ഷയിൽ ആരെങ്കിലും തോറ്റാൽ അത് സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കപ്പെടുന്നു. 50% പേർ മാത്രം വിജയിച്ചാൽ പിറ്റേന്ന് സർക്കാർ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമുയരുമെന്നും സജി ചെറിയാൻ. പ്രകൃതിയോടിണങ്ങിയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയതോടെ പശുവിനെയും പോത്തിനെയും കണ്ടാൽ കുട്ടികൾക്ക് അറിയാത്ത സ്ഥിതിയാണെന്നും മന്ത്രി പരിഹസിച്ചു. SSLC കഴിഞ്ഞവർക്ക് വായിക്കാനും എഴുതാനും അറിയില്ലെന്ന നിരീക്ഷണം വസ്തുതാവിരുദ്ധമെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ തിരുത്ത്. 10ാം ക്ലാസ് ജയിച്ച നിരവധി വിദ്യാർത്ഥികൾ +1 സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോഴാണ് മന്ത്രിമാരുടെ അഭിപ്രായ ഭിന്നത. SSLC മൂല്യനിർണ്ണയ രീതിക്കെതിരെ നേരത്തെയും സർക്കാർ സംവിധാനത്തിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായിട്ടുണ്ട്. ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് രീതി ഏർപ്പെടുത്താനുള്ള ആലോചനയും വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. 10ാം ക്ലാസ്സിൽ മികച്ച വിജയം സ്വന്തമാക്കിയിട്ടും പ്രവേശനം കിട്ടാതെ പോകുന്ന വിദ്യാർത്ഥികൾ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സമയത്താണ് മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവന വന്നത്. മന്ത്രിയുടെ പരിഹാസത്തിൽ വിദ്യാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ പൊതുജനങ്ങൾക്കും അതിനോട് യോജിക്കുന്നുണ്ട്. പണ്ട് പാടായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണെന്നാണ് തോന്നുന്നത്. വാല്യൂഷൻ മെത്തേഡ് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ട് സിലബസിൽ കുറച്ചുകൂടെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം പഴയ സിലബസ് അല്ല ഇപ്പോൾ ഉള്ളത്, അതുകൂടെ മാറ്റി ഒരു കുറച്ചുകൂടെ നിലവാരം കൂടിയ സിലബസ് കൊണ്ടുവന്നിട്ട് പുതിയ ഇപ്പം നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നായിരുന്നു കുറച്ചുകൂടെ ഒരു ഇൻ്റർനാഷണൽ ലെവൽ ആ ഒരു രീതിയിൽ. പണ്ടത്തെക്കാൾ ഇപ്പം ഏകദേശം എല്ലാവർക്കും ഒരുപോലെ നല്ല മാർക്ക് കിട്ടുന്നത് കൂടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കൊന്ന് CBSEയുടെ അത്രയും ആപ്റ്റ് അല്ലാണെന്ന് തോന്നുന്നു. CBSE ആണ് കുറച്ചും കൂടി ആപ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പണ്ടത്തേക്കാട്ടിലും ഇപ്പോൾ പഠിക്കാനായിട്ട് കുട്ടികൾക്ക് ഒത്തിരി സോഴ്സസ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ബെറ്റർ ബുക്സ് ഉണ്ട്. ട്യൂഷന് പോകുന്ന പിള്ളേർക്ക് കുറച്ചുകൂടെ ആൾക്കാർ പേരൻസ് തന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളതിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. വാല്യൂ സിസ്റ്റം മാറ്റുന്നതിനേക്കാളും സ്കൂളിലെ ടീച്ചർമാർ അല്ലെങ്കിൽ സ്കൂളിലെ സിസ്റ്റം കറക്റ്റ് ആണോ നോക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ്. കുറച്ചും കൂടി ലിബറലാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതേപോലെ തന്നെ മാർക്കും കിട്ടുന്ന കുറവാണ് പിള്ളേർക്ക്. ഇല്ല, ചാൻസ് കുറവായിരിക്കാം. അപ്പം അതും പറയാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം ജയിപ്പിക്കാതിരിക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പം അറിഞ്ഞൂടാ, സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. പിന്നെ എങ്ങനെയാണ് റിവാലുവേഷൻ ചെയ്യണമെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. കൂടുതൽ പിള്ളേർ ഇപ്പോഴാണ് പഠിക്കുന്നുണ്ടല്ലോ. എല്ലാവരും ഒരേപോലെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പാരൻസ് പ്രഷർ ചെയ്യണമുണ്ട്, അവർ പഠിക്കുന്നുണ്ടല്ലോ.